അപ്പോൾ സുഹൃത്തുക്കളെ, ഓൾവേസ് മുത്തു ബ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം. ഞങ്ങൾ ഇതാ വീണ്ടും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് സ്ഥലത്തുനിന്ന്. ഇത് രണ്ടാമത്തെ വീഡിയോ ആണ്. ഇനി ഒരു വീഡിയോ കൂടി ഉണ്ട്. ഫുള്ളായിട്ട് ഇതിൽ കഴിയില്ല. ഓക്കെ, ഈ വീഡിയോ എന്തായാലും എല്ലാവരും കാണാം. ഇതും കാണാം. ഒരു വീഡിയോ ഒന്നാം ഭാഗം ഇതിൽ ഇട്ടിരിക്കുന്നു. ഇത് രണ്ടാം ഭാഗമാണ്. ഇനി മൂന്നാം ഭാഗമുണ്ട്. മൂന്നാം ഭാഗം കംപ്ലീറ്റ് കാണണം. ഇതും കാണണം. ഓക്കെ, താങ്ക് യു. മതിക്കൂല അവർക്ക് അങ്ങോട്ട് കയറാൻ പറ്റുമോ? എത്ര കോഴിൻ്റെ വെച്ചിട്ട് ഇങ്ങനെ ഒഴിഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ കോഴി നമ്മളൊന്നും പറ്റില്ല. കൈ എടുക്കൂല, നൈനാമലൈ അല്ലേ? ഇവർക്ക് ഇതാണ് നൈനാമലൈ. മലൻ്റെ ഏറ്റവും തുമ്പത്താണ് ഒരു കോവിൽ, അല്ലേ? ഒരു കോവിലല്ലേ? അതുകൊണ്ട് മുരുകൻ കോവിലാവും മിക്കവാറും. അങ്ങോട്ട് എത്തിപ്പെടാനൊരു വഴി വേറെ ഉണ്ടാക്കിയിട്ടുണ്ടോ? ആരാണ് അങ്ങോട്ട് പോണാവല്ലേ? എനിക്ക് പറ്റില്ല. അവര് പോകും. പക്ഷെ എൻ്റെ ശരിക്കും പുറത്തേക്ക് കിട്ടോ? പുറത്തേക്ക് എടുക്കാൻ സമ്മതിക്കോ? പുറത്തേക്ക് പിടിച്ചോ? ഞമ്മ ഓടിക്കാൻ വേണ്ടി അല്ല, ഇങ്ങനെ നോട്ടല്ലേ? കാറ്റാടി യന്ത്രത്തിൻ്റെ ഒരു ലീഫ് അതിട്ട, ആകെ ഒരു ലീഫ്. അപ്പോൾ ഇതിൻ്റെ വലുപ്പം എത്ര ഉണ്ടെന്ന് പറയും? ഒരു വലിപ്പം ഒരു 300 മീറ്റർ അല്ല, എത്ര 500 മീറ്റർ ഉണ്ടാവും അല്ലേ? ഇല്ല, 500 മീറ്റർ ഉണ്ടാവില്ല. ഇതൊരൊറ്റ ലീഫ് അതിട്ടാ സുഹൃത്തുക്കളെ, ഒരൊറ്റ ലീഫ്. Okay, good. തെങ്ങ് നടന്ന എന്ത് വൃത്തിയിലല്ലേ? നമ്മളവിടെ തോന്നിയോടത്തൊക്കെയാണ് കൊണ്ടുപോയി. കട്ടബൊമ്മ, നമ്മള് തമിഴിൽ കട്ടബൊമ്മ.
കണ്ണ് നാനും വീണ വந்தேனே മുൻമുഖം പാത്ത് നമ്മളോടത്തിലാണ് കോഴികൾ കൂടുതലാണ് പടല്ലേ. സുഹൃത്തുക്കളെ ബാക്കിൽ കിടക്കുന്ന ഒരു കള്ളൻ താഹിർക്ക നമ്മളെ ഇന്റിമേറ്റ് ഫ്രണ്ടായി മാറിയിരിക്കണ്. പൈസരക്കാണ് നമ്മളെ പരിചയപ്പെടുത്തിയത്. പൈസരക്ക് നമ്മൾ ആദ്യത്തെ ഫ്രണ്ടാണ്, അയൽവാസി കൂടിയാണ്. അപ്പോൾ താഹിർക്ക ഭയങ്കര ബിസിനസ്സുകാരനാണ്. താഹിർക്കാന്റെ കാരണം ഞാനിപ്പോ ഇവിടെ എന്താ പറയാ, നാമക്കല്ല് മധുര ഹൈവേ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. സേലം എത്തണ്ട, അതിന്റെ മുന്നാണ് നാമക്കല്ല് അല്ലേ? അല്ലേ താഹിർക്ക അല്ലേ? സേലം കഴിഞ്ഞിട്ട് അപ്പൊ നാമക്കല്ല് എത്തി. 2 മണിക്ക് ഇന്നലെ എത്തി. 2 മണിക്ക് എത്തി. കച്ചവടമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു വരികയാണ്. അതിൻ്റെ നമ്മളെ താഹിർക്ക വലിയ മുതലാളിയാണെന്നും പറയണ്ട. വളച്ചവരെ അപ്പൊ താഹിർക്കാനായിരുന്നു നമുക്ക് നാളൊന്ന് കാണാൻ പറ്റി. നമ്മൾ കാണലുണ്ട്, പക്ഷെ ഇങ്ങനെ പോകുമ്പോഴുള്ള കാണല് മാത്രമല്ല. ബാംഗ്ലൂരൊക്കെ പോകുമ്പോൾ ബാംഗ്ലൂരെ കാണാൻ പറ്റൂലേ? പോണ നോക്ക് ഇതന്നെ. ആ താഹിർക്ക നമ്മള് ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടാ. എന്തോന്നും കാര്യമായിട്ട് പറയും. ദൈവമൊന്നല്ല അത് വരും. ഇനി കണ്ടല്ല, നമുക്ക് കൃഷ്ണഗിരിയിലൊന്ന് പോകണം. അത് കഴിഞ്ഞാൽ പിന്നെ വെറൈറ്റി പോണെന്ന് വിളിച്ചാൽ മതി. ഞാനൊരു ഭാഗത്ത് മുടക്കി വെക്കുന്നുണ്ട്. പക്ഷെ എന്താണ് നിങ്ങൾ ഇന്ത്യ കാര്യങ്ങൾക്ക് ചെലവ് കൂടും. നമ്മളെ താഹിർക്കാക്ക് സിനിമയിൽ അഭിനയിക്കണമെന്നുണ്ടാ? താഹിർക്കാക്ക് സിനിമയിൽ അഭിനയിക്കണ്ടെന്നാ പറഞ്ഞു. ഞാൻ സിനിമ സീരിയലിലൊക്കെ ഉള്ള ആളാണ്. അപ്പൊ പിന്നെ അവരോട് ചോദിച്ചാൽ ഞാനും വില്ലന്റെ ലുക്ക് ഉണ്ട്. പക്ഷെ എന്താണ്, പക്ഷെ ഭയങ്കര ബിസിനസ്സുകാരാണ്. അത് കാരണം നമുക്ക് നാമക്കല്ലൊക്കെ എത്താനായി. ഇനിയിപ്പോ അടുത്ത മുമ്പിൽ പോകുന്നത് നീലഗിരിയാണ്. കൃഷ്ണഗിരി. അതൊരു ഒരാഴ്ച കഴിഞ്ഞാൽ ചിലപ്പോ ഭയങ്കര പാമ്പാണല്ലേ? നമ്മള് കണ്ടാണല്ലേ? അങ്ങനെയൊക്കെയാണ് സംഭവം. ഇനിയിപ്പോ ഞങ്ങള് ഇപ്പൊ സമയത്രായി 9:54. രാവിലെ ഒരു എല്ലാരും ഓരോ ചായ കുടിച്ച്, അത് കൂടാണ്ട് ഒരു വട കഴിച്ചു. നാമക്കല്ലിന് ഒരു വട കഴിച്ചു. നല്ല വട കേട്ടോ, നല്ല സോഫ്റ്റ് വടയാണ് ശരിക്ക്. ഇനിയിപ്പോ സാമ്പാറ് ദോശ കിട്ടുമെങ്കിൽ ദോശ കഴിക്കണം. അങ്ങനെയൊക്കെയാണ് സംഭവം. അപ്പൊ നമ്മളിനി ഹോട്ടലിൽ കയറുമ്പോ നമുക്ക് കയറാനുള്ള ഒരു ഇതാണ്. ഇങ്ങനെ നോക്കി നടക്കുക. നല്ലൊരു ഹോട്ടലിൽ കണ്ടാൽ കയറും. സാമ്പാർ, ചട്നി, വട, അല്ലെങ്കിൽ ഇഡ്ഡലി, പിന്നെ ദോശ, അതൊക്കെ ഇവിടെ സ്പെഷ്യലാണ്. അപ്പൊ നമ്മള് നല്ലൊരു സ്ഥലത്ത് കയറാൻ. അല്ലെങ്കിൽ പിന്നെ ഹൈദരാബാദ് ബിരിയാണി രാവിലെ കഴിച്ചാൽ കുഴപ്പമുണ്ടോ? സന്തോഷമായി. എന്നാ ബിരിയാണി കഴിക്കാം. എനിക്കൊരു 60 രൂപേന്റെ ബിരിയാണി വരും. അപ്പൊ ഇനിയിപ്പോ ഞങ്ങൾ ഹോട്ടലിൽ കയറിയിട്ടേ ഭക്ഷണം കഴിക്കട്ടെ. ഒന്ന് നോക്കാം. ഓക്കെ, ബൈ, സീ യു. ഇപ്പൊ വണ്ടിയിൽ പോണ വൈബല്ലേ? ഇതൊരു ലീഫും കൂടിയിട്ടാ. 5 സെക്കൻഡ് ആയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് ഞാൻ ഇതിൽ മൊത്തം അങ്ങനെ എടുക്കാറ്. ഇപ്പൊ ലീഫ് ഇഷ്ടമതി. കാറ്റാടി യന്ത്രത്തിന്റെ ലീഫാണ്. ഓരോരോ ലീഫ് ഇതാ വണ്ടിയിൽ കയറ്റി നിർത്തി ഇങ്ങനെ കൊണ്ടുപോകാനിങ്ങനെ
റെഡിയായി നിൽക്കുകയാണ്. കൊടുന്ന് ഇറങ്ങി നിൽക്കുകയാണ്. സുഹൃത്തുക്കളെ കണ്ടോടിട്ടാ കാണാത്തവർക്കായിട്ട് ട്രെയിൻ തന്നെയാണ്, വലിയ ട്രെയിനാണ്. ഈ സേലത്ത് നിന്ന് തിരിച്ചു വരുമ്പോ ആദ്യത്തെ എന്താ പറയുന്നത് ടോൾ. അപ്പൊ ഫസ്റ്റ് ടോളാണ്. ടോളൊരു 10-12 ടോളുണ്ട്. അതിലൊരു ടോളാണ്. തിരിച്ചു പോകുമ്പോഴുള്ള കുറെ വണ്ടിയുടെ ഒരു വലിപ്പം നോക്ക്. വണ്ടിയുടെ വലിപ്പം എക്സ്ട്രാ വെച്ചിരിക്കണേ. നമ്മള് ചമ്രോട്ടം പാലത്തിന്റെ ഏകദേശം ഉണ്ടാകും. ഞങ്ങളിത് ഭക്ഷണം കഴിക്കാൻ കയറി. ഞാനിങ്ങനെ കയറിയാണ്. ഇവരാദ്യം ഇരുന്നു. ഇവരിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇഡ്ഡലി പൊളിച്ചെന്നാണ് ഇവര് പറഞ്ഞത്. ഭയങ്കര ഇഡ്ഡലിയാണ് ഇത്. നമ്മളവിടെ കിട്ടുമെന്ന് സംശയമാണ്. ഇഡ്ഡലി നമ്മളവിടെ ഉണ്ട്, പക്ഷെ ഭയങ്കര സോഫ്റ്റാന്നാ പറഞ്ഞത്. പൊളിച്ചു എന്നാ പറഞ്ഞത്. ഇനിയിപ്പോ ബിരിയാണി പിന്നെ കഴിക്കാം അല്ലേ? ഇപ്പൊ തൽക്കാലം ഇത് പോട്ടെ. ഇതുപോലെ നമ്മളെ തക്കാളി ചട്നി, സാമ്പാർ ആൻഡ് തേങ്ങാ ചട്നി. ദോശ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമുക്കുള്ള ദോശ തന്നെ റെഡിയാക്കി തരാണ് നമ്മ അണ്ണി. எப்படி இருக்கீங்க? சௌக்கியமா? என்ன பேரு? ஜுவராணியா? எவ்வளோ நாட கடை வச்சிருக்கு? ஒரு வருஷமா? பரவாயில்லையே. எப்படி பிஸ்னஸ் எல்லாம் நல்லா இருக்கா?
யாராவது இருக்கா ஹெல்ப்பரு? ஹெல்ப்பு உங்களுக்கு மட்டும்தானே? ஆ சரி. இது என்னது? பனியாரமா? நம்ம கேரளாவில் இருக்குது இருக்கா? இங்கே மட்டும்தானே? சரி. அவருக்கு ஒரு ஆம்லேட் கொடுங்க. இதோ இங்கே பாருங்க அண்ணே, இங்கே பாருங்க அண்ணன், என்ன சாப்பிட்டு இருக்கே நீங்க? இன்னும் பேச மாட்டீங்களா நீங்க? என்ன பேசுறதுக்கு என்ன இருக்கு? ஏதாவது பேசுங்க. சாப்பாடு மட்டும்தானே? சாப்பாடு கூட பேச முடியாதா? சரிங்க, பரவாயில்ல. போதுமா? നിങ്ങൾ ഇഡ്ഡലി പണിയാരം എല്ലാം കഴിച്ചിരിക്കും. ഇത് പണിയാരം തന്നെ ഇവിടെ இருக்கா? நல்லா இருக்கா? சாப்பிட்டானா? பார்க்கலாம் வைங்க. எல்லாம் உங்கள பைசா தானே, எனக்கு ஒன்றும் கஷ்டம் இல்லையே. ആംപ്ലേറ്റ് പോട്ടാ എനിക്കും വേണം. വേണം. രണ്ട് മുട്ടയും പഴം അടിക്കണ ആളാ. ഇന്നലെ ഞാൻ 5 കൊല്ലമായി അത് ചോറ് കഴിക്കില്ല. ഞാൻ ഇന്നലെയൊക്കെ റിസപ്ഷനെ തന്നെ കഴിക്കൂട്ടാ. അന്ന് മുട്ട പയ്യുമില്ലാന്ന് അറിയും. ശരി, ഞാനിന്ന് ഇനി 2 ദോശ കൊടുക്കാൻ നല്ലപോലെ കഴിക്കട്ടെ. ഓക്കെ. അല്ലല്ലോ 10 കൊല്ലം മുന്നേ ഇവിടെ എത്ര ആളുടെ കയ്യില്? 5 പേരുണ്ട്. ஒன்றியா? நானும் வயசுலும் கொஞ்சம் சாதனம் ஆயிடுச்சு. இங்கே கொஞ்சம் கம்மி தான் விலை, அவ்வளோதான். அவ்வளோ கம்மி கிடையாது, கொஞ்சம் தான் இருக்குது. இது என்னோட சாதனம், இது என்னோட சாதனம், இவ்வளவுதான். ടൈം 1:28. അതൊക്കെ നോക്കാം.
തേനേ തേൻകണിയേ ഞാൻ മുത്തേ സുഹൃത്തുക്കളെ രണ്ടാം ഭാഗം കൂടെ അവസാനിച്ചു ഭാഗത്തിൽ കാണാം.